ഹായ് കുട്ടീസ്, ക്ലേ കൊണ്ടുള്ളൊരു ക്രാഫ്റ്റ് കണ്ടാലോ? ഞാനൊരു റിംഗ് ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടി ഒരു ബേസ് ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ക്ലേ എടുത്ത് സ്ട്രെയിറ്റ് ആക്കിയിട്ട് അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് ശരിയാക്കി കൊടുക്കുക. പിന്നെ അത് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം അതിൻ്റെ ട്രങ്കും അതിൻ്റെ ബ്രാഞ്ചസും നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ട്രങ്ക് ഉണ്ടാക്കാൻ ആദ്യം ഞാൻ നോക്കുമ്പോൾ അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു കമ്പ് എടുത്തിട്ട് അതിന് ചുറ്റിനും ക്ലേ ഒട്ടിച്ചിട്ടാണ് അതിൻ്റെ ആ ബോഡി അല്ലെങ്കിൽ ട്രങ്ക് ശരിയാക്കുന്നത്. നമുക്ക് ക്ലേ വേറൊരു ക്ലേ പീസിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലേ സ്മൂത്ത് ആകാനും വേണ്ടിയിട്ട് വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് ബോഡി ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കാൻ നോക്കി, പക്ഷെ അത് ശരിയായില്ല. പിന്നെ ബ്രാഞ്ചസ് ഒട്ടിച്ചു കൊടുത്തു. ബ്രാഞ്ചസ് ഒട്ടിക്കുമ്പോഴും വലിയ ശക്തിയുള്ള ബ്രാഞ്ചസായിട്ട് എനിക്ക് തോന്നിയില്ല. ഇളകി പോകുന്നുണ്ടായിരുന്നു ഓരോന്ന് ഒട്ടിക്കുമ്പോഴും. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സമയമെടുത്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത്. 2 ഒട്ടിച്ചു. മൂന്നാമത്തത് ഒട്ടിക്കണോ വേണ്ടയോ എന്ന് നോക്കുമ്പോഴായിരുന്നു ഒട്ടിച്ചത് ഒടിഞ്ഞു പോയത്. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, 2 മതി എന്നുള്ള ഉറപ്പിച്ച് 2 മതി എന്ന് ഉറപ്പിച്ചിട്ട് ആദ്യം ചെയ്തത് ഒടിഞ്ഞു പോയതില്ലേ, അതിനെ ഒന്നും കൂടി ശരിയാക്കുന്നുണ്ടായിരുന്നു. ശരിയാക്കി നല്ലപോലെ ഒട്ടിച്ചിട്ടായിരുന്നു ബാക്കി 2 ബ്രാഞ്ചസും സെറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് വെള്ളം കൊണ്ട് എല്ലാം ഒന്ന് സ്മൂത്താക്കിയിട്ട് ഉണങ്ങാൻ വെച്ചു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ പാർട്ട് നമുക്ക് നാളെ കാണാം. എന്താവുമെന്ന് നോക്കാം. ഇതാണ് എനിക്ക് കിട്ടിയ എൻഡ് പ്രൊഡക്റ്റ്. നാളെ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് നോക്കാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.